അങ്ങനെ നമ്മൾ ആർലം ഫാമിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന സമയത്താണ് ഇതാണ്ട് ആർലം ഫാമിലെ റബ്ബർ തോട്ടം കണ്ടത്. വണ്ടിയിലോട്ട് പോകുന്നതുകൊണ്ട് എത്രത്തോളം ഫോണിൽ വിസിബിൾ ആവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നല്ല വലിയൊരു റബ്ബർ തോട്ടമാണ്. എത്ര കിലോമീറ്റർ ഉണ്ടോ? കുറച്ചധികം ഉണ്ട്. ഇതൊക്കെ ആനകൾ എപ്പോഴും വന്നു പോകുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ മയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. പക്ഷെ നമ്മൾ വന്നോണ്ടാന്ന് തോന്നുന്നു, ഒന്നിനെയും കാണുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ആർലം ഫാമിന്റെ ഉള്ളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർലം ഫാമിലെ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് പോകേണ്ട വഴിയാണ് കേട്ടോ ഇത്. പക്ഷെ നമുക്ക് അങ്ങോട്ടല്ല പോകേണ്ടത്, നമുക്ക് നേരെയാണ് പോകേണ്ടത്. നേരെ ഇതെല്ലാം ആദിവാസികൾക്ക് പതിച്ചു കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ ഇവിടൊക്കെ ഒരുപാട് വീടുകളുണ്ട്. അതെ. ഇനിയിപ്പം വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഉള്ളിൽ പോയാൽ അറിയാം അവിടെ എത്ര ആൾക്കാരുണ്ടെന്ന്. ഇവിടുന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഉറവുണ്ടോ? ഇതെല്ലാം ആദിവാസികളുടെ വീട് ആണ്. ഇതെല്ലാം ഇവിടെ എല്ലാം ആദിവാസികളുടെ വീടാണ്. ആദിവാസികൾ എന്ന് പറഞ്ഞിട്ട് ഇനി അതിനൊരു പ്രോബ്ലം വേണം. പക്ഷെ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞു വരുന്നത്, ആദിമവാസികളാണ്. പക്ഷെ ഇപ്പോഴുള്ളവരൊന്നും ആദിമവാസികളൊന്നും അല്ല. അവരൊരു ടൗണിൻ്റെ നമ്മുടെ പുതിയ സംസ്കാരത്തിൽ തന്നെ ജീവിക്കുന്നവരെ. അവരിപ്പോൾ പുരോഗമന ചിന്താഗതിയും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തിനധികം സംസാരത്തിൽ പോലും അവരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അല്ലെ അവരുടെ ലാംഗ്വേജ് ഒരു വെറൈറ്റി ലാംഗ്വേജ് നമ്മളൊന്നും പറയുന്ന പോലെ. പക്ഷെ ഇപ്പോൾ ഉള്ള ആളുകളെല്ലാം നമ്മൾ പറയുന്ന പോലെ തന്നെ പറയുന്നുണ്ട്. പശു അഴിഞ്ഞു പോയതാന്ന് തോന്നുന്നു കേട്ടോ. എവിടെയും ജനസമ്പർക്കം ഉണ്ട്. നല്ല അലക്കി വിരിച്ചിട്ടുണ്ട് അവിടെ. പശുവിനെ വളർത്തുന്നവരൊക്കെ ഉണ്ട്. ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ റോട്ടിൽ ഇഷ്ടം പോലെ കുട്ടികളെ കാണാനുണ്ട്. അതെ. കഴിഞ്ഞാണ് നമ്മൾ ഇതിലൂടെ പോയപ്പോ നമ്മളെല്ലാം കാണിച്ചിട്ടുണ്ട്. നമ്മളെ കാണിച്ചിട്ടുണ്ട്. യെസ്, അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആളെ വന്നപ്പോ ഇവിടെ എവിടെ അല്ലായിരുന്നു ഒരു പേരേന്റെ ഉള്ളിൽ കുറെ കുട്ടികളെ. അപ്പൊ നമ്മള് വന്യജീവി സങ്കേതത്തിന്റെ അടുത്തെത്തി. നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇതാണ് കണിച്ചാറേക്കുള്ള പാലം. നേരെ പോയിട്ടുണ്ട് നമുക്ക് കണിച്ചാറെത്താം. പക്ഷെ നമുക്ക് നേരെ പോണ്ട, നമ്മൾ നേരെ സൈഡിലോട്ടാണ്. ഇതാണ്ടോ, വെൽക്കം ടു ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഹലോ, അപ്പം നമ്മൾ ആർലം ഫാമിലേക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പം കയറുന്നതിൻ്റെ മുന്നോടിയായിട്ട് കുറച്ച് കാഴ്ചകളുണ്ട്, അത് മുമ്പോട്ട് കാണിക്കാം. പ്രവേശന കവാടത്തിലിരിക്കുന്നത്. അതെ, അങ്ങനെ നമ്മൾ ാക്കുമ്പോഴേ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നുള്ളത് ആർലം ഫാം വൈൽഡ് സാങ്ച്വറിയിലാണ്. നമ്മളപ്പം ഉള്ളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ആനേനൊക്കെ കാണണം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. കണ്ടാ ഭാഗ്യം. അപ്പോൾ ബാക്കി വീഡിയോയിൽ കാണാം. നമ്മൾ ആർലം ഫാമിൻ്റെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ട്. ചേച്ചിൻ്റെ പേരെന്താ ചേച്ചി? എൻ്റെ പേര് രജനി ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർലം ഫാമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി. നല്ല സീനറിയാണ് കേട്ടോ ഇവിടെ കാണാൻ. ആർലം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് നമ്മൾ കയറി. അവിടെ ഒരു ബോർഡ് വരുന്നുണ്ട്, അത് ശരിക്കും കാണാം. ഇതൊക്കെ ക്വാർട്ടേഴ്സ് ആണോ? അല്ല, ഇത് റേഞ്ച് ഓഫീസ് അല്ല, ഇന്റർപ്രിട്ടേഷൻ സെന്റർ. ആനിമൽസിന്റെ ഫോട്ടോസ് മാത്രമേ പോയിട്ടുള്ളത്. ഇത് എങ്ങോട്ട് ലെഫ്റ്റ് ഓർ റൈറ്റ്? ഇത് നേരെയല്ലേ? പിന്നെ നല്ല തിക്കായ ഫോറസ്റ്റ് ആണ്. എല്ലാ ആനിമൽസും ഉണ്ട്. ആന, കടുവ, പുലി, കാട്ടുപോത്ത്, കരടി എല്ലാം ഉള്ളതാണ്.
പുലിനൊക്കെ കാണാൻ പറ്റൂടെ? കാണാതിരിക്കാൻ നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല. അതെ, അങ്ങനെ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ പോയാൽ അല്ലേ ചിലപ്പം കാണാൻ കഴിഞ്ഞെന്ന് വരും. ഇപ്പൊ നമ്മള് ആർല ഫാമിലിക്ക് കയറി. അല്ല സോറി ഗേറ്റിന്റെ പുറത്ത് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്ക് നമ്മൾ കയറി. ചുള്ളിക്കൊമ്പൻ എന്ന് പറഞ്ഞ ആനേനെ 8 വർഷം മുന്നേ തളച്ചത് ഇവിടെയായിരുന്നു. അത് ജനവാസ മേഖലയിൽ നിന്ന് 4 പേരെ കൊന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിനെ പിടിച്ച് തളച്ചാണ്. അന്നേരം കൊണ്ടുവന്ന യൂക്കാലി മരമാണിത്. യൂക്കാലി മരം കൊണ്ട് ആനയ്ക്ക് കൂടെ എടുക്കാൻ പറ്റുള്ളൂ. സാധാരണ മരങ്ങൾ കൊണ്ട് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഇടിക്കുമ്പോഴൊക്കെ പൊട്ടിപ്പോവും. ഇതാകുമ്പോൾ ചതഞ്ഞേ പോകുള്ളൂ. അതുകൊണ്ടാണ് യൂക്കാലി മരം കൊണ്ട് കൂടെ ഒരുക്കുന്നത്. ഇതുണ്ട്, ഇതൊക്കെ ആന വന്നിട്ട് ചെയ്യുന്നതാണ്. ഇതുണ്ട്. അപ്പൊ ഇവിടെയെല്ലാം ആന ദിവസം വരുന്നുണ്ട്. 60 തരം ആനകളുള്ളതാണ്. കുറെ കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉള്ളിലോട്ടായിരിക്കും അല്ലേ? ഇത് 55 സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ ഫോറസ്റ്റ്. അതില് നമ്മളൊരു ചെറിയ സൈഡിൽ കൂടെ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. ഇത് കണ്ടില്ല, ഈ മുന്നിലുള്ള ഇതൊരു വള്ളി. ഈ വള്ളി കട്ട് ചെയ്താൽ 1/2 ലിറ്ററോളം വെള്ളം കിട്ടും. നല്ല ഔഷധ ഗുണമുള്ള വെള്ളമാണ്. ഓടൻ. അതിന്റെ ഇലയാണേലും ഉണങ്ങി കഴിയുമ്പോൾ ബ്ലാക്ക് കളറായിരിക്കും. പിന്നെ പൂ കായ്ക്കാതെയാണ് അതിൽ കായ ഉണ്ടാകുന്നത്. ഈ പണ്ടൊക്കെ ഉള്ള ആദിവാസികളൊക്കെ വെള്ളം പെട്ടെന്ന് അല്ല കുടിച്ചിരുന്നത് അങ്ങനത്തെ ഇതില് നമ്മളിങ്ങനെ ചെറുമരം. ചെറുമരം തിരിച്ചു വരുമ്പോ സൈഡിൽ ചിലർക്ക് അലർജി ആകും അതിന്റെ. എനിക്ക് പോയാൽ ഈ വലിയ മരം കണ്ട, ഇത് താന്നി. ഈ വലിയതാ താന്നി. അതായത് ചെറുമരം പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഈ മരത്തിന്റെ തൊലി ഒഴിച്ച് പിഴിഞ്ഞ വെള്ളത്തിൽ ചെറുമരം താങ്ങിയത് നമ്മളങ്ങനെ നിരീക്ഷിച്ചാലേ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയും കേട്ടോ. ഈ വള്ളി മുറിച്ചാലും വെള്ളം കിട്ടും. അതൊക്കെ ഓടലാണ്. ഓടലും ഉണ്ട്, പിന്നെ വള്ളിക്കാഞ്ഞരം ഉണ്ട്, പിന്നെ പുല്ലാഞ്ഞി ഓടലും വെട്ടിയാലാണ് വെള്ളം കിട്ടുക. ഇത് ഓടല അല്ല, അത് ഇഞ്ചവള്ളി. പണ്ട് കാലത്ത് നമ്മൾ തേച്ച് കുളിക്കാനൊക്കെ ചകിരിയായിട്ട് യൂസ് ചെയ്യും. 25 വർഷമായിട്ട് മണത്തനായി താമസിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ വന്നിട്ടില്ല. സത്യം പറഞ്ഞ ഞാൻ ഒരു യാത്രാ ഗ്രൂപ്പിലെ അംഗമാണ്. ഞാൻ ഇന്നലെ പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവര് കളിയാക്കി എന്നെ. കാരണം ഇത്ര നാളും അതിനോട് ഒരു താല്പര്യം തോന്നിയിട്ടില്ല. തോന്നാത്തതല്ല, നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ഇതിൽ നമ്മൾ എങ്ങനെ പോകും എന്നുള്ള ഒരു ആങ്സൈറ്റി, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എനിക്ക് ഇവള് കൂടെ ഉള്ളത് കൊണ്ട് എനിക്കൊരു ധൈര്യമാണ്. ഒറ്റക്ക് പോകാൻ കഴിയാത്തോണ്ടാ ഞാൻ ഇത്ര നാളും അങ്ങനെ മടിച്ചു നിന്നു. ഇവള് ഇപ്പൊ ഞാൻ പോകുമ്പല്ലേ ഇവിടെ ഈ ലീവുള്ള ദിവസമല്ല ഇവള് എൻ്റെ കൂടെ വരും. ഇവള് അത് കാരണം ഞാൻ ഒരു ഇതിലിങ്ങനെ വരുന്നു. ഒറ്റ മൃഗങ്ങളും ഞാൻ വരുമ്പോൾ ഉണ്ടാവില്ല. എന്നെ പേടിച്ച് എനിക്ക് ഒരു മാനിനെങ്കിലും കാണിച്ചു. വലിയ മരം കണ്ടില്ല, ഇതൊക്കെ മരുതാണ്. അതിന്റെ കാതലെല്ലാം നശിച്ചിട്ടുണ്ട്. മരം ജീവിക്കും, മരത്തിന് ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇത് കണ്ട, ഇത് വെൺതേക്ക്. ഈ വെള്ളം വെൺതേക്ക്, നേക്കഡ് ബ്യൂട്ടി ഓഫ് ഫോറസ്റ്റ് എന്ന് ഇംഗ്ലീഷുകാർ വിശേഷിപ്പിക്കുന്ന മരമാണിത്. ഇത് മറ്റേ വംശനാശ ഭീഷണി നേരിടുന്ന ഇത് എന്റെ പറമ്പിലുണ്ട്. ഇതാ, പിന്നെ ഇത് കണ്ടോ, ഈ ചെറിയ ഇല നമ്മുടെ മുഖത്തെ വന്ന് ആക്രമിക്കുള്ളൂ. നമുക്ക് ഒരു സർജറി പോലും ചെയ്യാൻ പറ്റാത്ത തരത്തിലാക്കി തീർക്കും. അതുകൊണ്ട് കരടീനെ എവിടെ നിന്ന് കണ്ടാലും നമ്മൾ ചെറിയ മരത്തെ കയറിയാലേ നമുക്ക് ഗൂർക്ക ഫോറസ്റ്റ് ഉണ്ടല്ല, ഗൂർക്കല്ലല്ലോ, ഇത് താറ്. ഫോറസ്റ്റ് താറ് കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. ഈ സൈഡിലൊക്കെ ഉണ്ടാവും. ഒരു ആന പോലും മറഞ്ഞു നിന്നാലും നമുക്ക് കാണില്ല. ഇതുണ്ടോ, ഇത് ആനേനെ മറവ് ചെയ്തേക്കുന്ന കേട്ടോ. അവിടെയോ? ആനേനെ മറവ് ചെയ്തേക്കുന്ന. അത് കൊമ്പനാനയാണെങ്കിൽ അതിന്റെ കൊമ്പ് മാത്രം എടുത്ത് തിരുവനന്തപുരത്ത് സ്ട്രോങ് റൂം ഉണ്ട്, അങ്ങോട്ടേക്കാക്കി. അങ്ങനെ ചെരിഞ്ഞ് പ്രായം കാരണമായിരിക്കും. അത് ഒരു മാന് പോലും ഇല്ലല്ലോ. എല്ലാം കാട്ടിലെ ഉറവ. ഞാൻ വരുമ്പോ ഒരു മയിലിനേലും കാണുന്നയാ. ഇത്തവണ അതും കണ്ടില്ല. ഇത് വള്ളിക്കാഞ്ഞരാട്ടോ. ഈ വള്ളി കണ്ടില്ലേ, വള്ളിക്കാഞ്ഞര. നമ്മുടെ നാട്ടിലൊക്കെ മരമാണുള്ളത്. കയ്പുണ്ടാവില്ലേ ഇപ്പം?
പിന്നെ അത് മറിഞ്ഞു പോവുകയാണ്. എന്നിട്ട് റോഡിന് കുറുകെയുള്ളത് മാത്രം മുറിച്ച് മാറ്റിയത്. നമുക്ക് ഇവിടുന്ന് ഒരു ഇല പോലും പുറത്ത് കടത്താനുള്ള അനുമതിയില്ല. പിന്നെ ഇത് കണ്ടോ, ഇതൊരു മൂട്ടിൽ പഴം എന്ന് പറയുന്ന കായ്ക്കുന്നതാണ്. ഏത് ഈ മരം ഇത് കണ്ടില്ലേ, ഈ മരം. ഈ ചെറിയ മൂന്ന് മുള്ളുകൾ അത് അതിന്റെ തണ്ടയിലായിരിക്കും തണ്ടയിലായിരിക്കും പൂ കായ്ക്കുക. ഇല കാണിക്കും. തണ്ടയിലായിരിക്കും പൂ കായ്ക്കുക. അതിന്റെ ചോട്ട് അതിന്റെ തൊണ്ട് കിടപ്പുണ്ട് അതിന്റെ ചോട്ടില്. ടൈപ്സ് ബേർഡ്സ് ഉണ്ട്. 266 വെറൈറ്റി ടൈപ്സ്. ബട്ടർഫ്ലൈ ഉണ്ട്. ബട്ടർഫ്ലൈ സീസൺ എപ്പോഴാണ്? ബട്ടർഫ്ലൈ സീസൺ ഡിസംബർ ജനുവരി മാസത്തിലാണ് ബട്ടർഫ്ലൈ സീസൺ. കോമൺ ആൽബർട്ടോസ് എന്ന് പറയുന്ന ബട്ടർഫ്ലൈ അന്ന് നമുക്ക് ജീപ്പ് എടുത്തിട്ട് വരാം. മൈഗ്രേഷന്റെ സമയമാണ് അത്. 10 മണി 10:30 ആവും. അതായത് നല്ല വെയിലൊക്കെ ഉള്ള കാലാവസ്ഥ. 10 മണിയൊക്കെ ആകുമ്പോഴേക്കും അവർ ഇറങ്ങാൻ തുടങ്ങും. വെയിൽ മൂടിക്കിടക്കുന്ന കാലാവസ്ഥയിലാണെങ്കിൽ അവർ ഇറങ്ങൂല. നല്ല വെയിലുള്ള കാലാവസ്ഥയ്ക്ക് മാത്രമേ ഇറങ്ങൂ. അതും 5 മിനിറ്റിനുള്ളിൽ തന്നെ 1,00,000 സംതിങ് ബട്ടർഫ്ലൈ ആണ് പാസ് ചെയ്തു പോകുന്നത്. അതിന്റെ മൈഗ്രേഷന്റെ സമയമാണ്. അതിന്റെ മഡ് ബട്ടലിംഗ് ഒക്കെ ഉണ്ടാവും. കൂട്ടത്തോടെ ഇരിക്കുന്നതൊക്കെ ഉണ്ടാവും. അത് കാണാനൊക്കെ ആയിട്ട് ഒത്തിരി ആളന്നേരം വരാറുണ്ട്. ബിജു തേൻകുടി നമ്മളെ ഫ്രണ്ടാണ്. ഞാൻ ഈ എന്തെങ്കിലും സംശയം ഉണ്ടോ അവനെ വിളിച്ചിട്ടാ ചോദിക്കുന്നത്. സ്ഥിരം വരുന്നത്. അതെ, അവനെന്ത് ഇവിടെ വർക്ക് ചെയ്ത് സ്പെഷ്യൽ സ്പീഷീസിനെല്ലാം കണ്ടെത്തിയതല്ലേ. എല്ലാം അറിയാം. അതെ, ഇതെല്ലാം ഓഫ് റോഡ് അവരെല്ലാം പോയി വരുന്നല്ലേ. അങ്ങനെ ജീപ്പിന് വന്നാൽ മതിയല്ലേ. ചോദിക്കാൻ പറഞ്ഞു വല്ല മൃഗങ്ങളെയും കണ്ടോന്ന് അല്ലേ. ഒന്നല്ലെങ്കിൽ ഇത് നമ്മുടെ കുഴപ്പമാണ്. ഇത് നമ്മൾ രണ്ടാമത്തെ തവണ ഇവിടെ വരുന്നത്. അപ്പം ആദ്യം വന്നപ്പോ കണ്ടില്ല. സാധാരണ ഞാനും എൻ്റെ അമ്മയുടെ ഒക്കെ വീട് അങ്ങോട്ട് കീഴ്പള്ളി അങ്ങോട്ട്. അപ്പൊ ഇതിലൂടെ പോവാ. അപ്പം മയിലിനെ ആനേനെ ഇതിനേലും കാണും. അറ്റ്ലീസ്റ്റ് ഒരു മയിലിനേലും കാണും. ഒന്നിനെ കണ്ടില്ല, കീരീനെ എങ്കിലും കാണും. ഇവിടെ അതും കണ്ടില്ല. ഞങ്ങൾ 2 തവണ വന്നപ്പോ ഒന്നിനെയും കണ്ടില്ല. ഒരു പൂച്ച പോലും ഞങ്ങളുടെ മുമ്പ് കൂട്ട പാസ് ചെയ്തില്ല. ഇവർക്ക് ചെക്ക് ഡാമുകളുണ്ട്. ഈ ഫോറസ്റ്റിന്റെ അകത്ത് തന്നെ ഇവര് റെഡിയാക്കി കൊടുക്കും. അത് വേനല് ആകുമ്പോഴേക്കും അത് പോയിട്ട് വൃത്തിയാക്കി കൊടുക്കും. നോക്കണേ. ഈ വലിയ മരങ്ങളൊക്കെ കണ്ടില്ലേ, ഇത് വെള്ളപ്പൈന. ഇതിന്റെ കറയാണ് വെള്ള കുന്തിരിക്കും ഇല്ല പോകാനെടുക്കുന്നത്, അതായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വന്നിട്ട് ആൾക്കാർ അതൊക്കെ എടുക്കും. ഇല്ല, ഇവിടെ നിന്ന് നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. അതേപോലെ ഈ ഒരേ ലെവലിൽ പൊങ്ങി നിൽക്കുന്ന ചെടി കണ്ടില്ലേ, അതെല്ലാം വെള്ള കുറിഞ്ഞിയാണ്. കുറിഞ്ഞി നോക്കി ഇവിടുന്ന് നോക്കണേ, റൈറ്റ് കൂട്ടി എടുക്കണേ. റൈറ്റ് കൂട്ടി. ആണ്ട് ഈ വണ്ടിയുടെ ഇതിൽ കാണുന്നതൊക്കെ നമ്മളിപ്പം ആ കുഴിന്ന് കയറാൻ ശ്രമിച്ചപ്പോ ആയതാണ് കേട്ടോ. നമ്മളൊന്ന് പുറത്തിറങ്ങാണ്ട് വന്നു. വണ്ടി ഒന്ന് ചളിയിൽ കുടുങ്ങിപ്പോയി. ഞാൻ ഇതിന്റെ ചുറ്റും കാണിച്ചു തരാം. അങ്ങനെ ഫാമിന്റെ ഉള്ളിൽ വന്നപ്പോൾ എന്താണ്ടേ ചെളീൻ്റെ ഉള്ളിൽ വണ്ടി കുടുങ്ങി ഗൈസ്. നമ്മൾ വന്ന വഴി ഇതാണിപ്പം നമ്മളുള്ള ഫോറസ്റ്റ്. ഇതിൻ്റെ ഏതാണ്ട് ഈ കാടിൻ്റെ ഒക്കെ പുറകിൽ വേണേ ഒരു ആന വന്നിട്ടുണ്ടാവും. നമുക്ക് കാണാൻ പറ്റാത്തതാണ്. ആണ്ടേ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഇവിടെയൊക്കെ ഏത് ഈ മരത്ത് കാണുന്ന ഈ ഹോള് വേഴാമ്പലിന്റെ കൂടാണെന്നതാണ്. കൂടായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതെ, നമുക്ക് സങ്കടപ്പെട്ട് ഞങ്ങൾ പോവുകയാണ്. അതെ അതെ, ഒരു വലിയ കൂടി എടുക്കാല്ലേ. അവിടെ ഒരു പാമ്പ് കണ്ടോ ഇവിടെ. അങ്ങനെ ഒരു ജീവിയും കണ്ടില്ല എന്ന വിഷമം നമുക്ക് തീർന്നിരിക്കുകയാണ്. ആ വിഷമം മാറിയില്ല ഒരു പാമ്പിനെ കണ്ടപ്പോ. അതെന്ത് പാമ്പാടോ? ചേരയല്ലേ? മണ്ടലിയ. അങ്ങനെ നമ്മൾ മണ്ടലി പാമ്പിനെ കണ്ടു. അത് അവിടെ ഒരു ബെഞ്ച്, നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. നടന്നിട്ടാണേലും ഇപ്പം വരെയാണ് വരുന്നത്. ഇനി ജീപ്പ് ഇതിലേ പോവാ. നമുക്ക് 2.5 കിലോമീറ്റർ ഉള്ളിലേക്ക് വരാൻ പറ്റൂ. കാരണം നമ്മളെ കാറില്
ഓഫ് റോഡ് വണ്ടി കൊണ്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നമ്മൾ കാറിന് അടക്കേണ്ട ഫീസിൽ തന്നെ നമുക്ക് 9 കിലോമീറ്റർ വരെ പോവാം. പക്ഷേ ഇത് നമ്മൾ ഇത് കാറായതുകൊണ്ട് 2.5 കിലോമീറ്റർ വരെ മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ. അതിൻ്റെ ഉള്ളിലെത്തിയതാണ്ട് ഇവിടെയാണ് നമ്മളുടെ 2.5 കിലോമീറ്റർ ഇവിടെയാണ്. ഇവിടം വരെ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ നടന്ന് വരുന്നവരുണ്ട് കേട്ടോ. സ്കൂൾ കുട്ടികളും ഇങ്ങോട്ട് വരലുണ്ട്. സ്കൂൾ കുട്ടികളെ ഒരുപാട് സ്ഥലത്തു നിന്ന് സ്കൂൾ കുട്ടികളെ കൊണ്ടുവരിക. അപ്പോൾ അവരൊക്കെ നടന്നിട്ടാണ് ഇങ്ങോട്ട് വരിക. അപ്പം അങ്ങനെ വരുന്നവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ്ട് ഇതുപോലെയുള്ള ബെഞ്ചുകൾ. പിന്നെ എൻ്റെ പുറകിൽ കാണുന്നുണ്ടോയെന്നറിയില്ല, പുറകിലായിട്ട് ഒരു എന്താ പറയുക കമ്പ് വെച്ച് കെട്ടിയൊരു ഇരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കുട്ടികൾക്ക് ഇരിക്കാം. ആർലം ഫാമിൻ്റെ ഉള്ളിൽ പുഴയുടെ ഓരം ചേർന്ന് ഇവിടെ കാറിലല്ലാണ്ട് നമുക്ക് കാടിൻ്റെ ഉള്ളിലെ ഏറുമാടാണിത്. ഇത് എന്തിനു ഉപയോഗിക്കുക? ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഫോട്ടോ എടുക്കാം, കയറിയുമ്പോൾ ഫോട്ടോ എടുക്കാം. പക്ഷെ അത് മഴ ആയതുകൊണ്ട് അതിൻ്റെല്ലാം പോകും. ആ സ്റ്റെപ്പ് കയറിയുന്ന ഫോട്ടോ എടുക്കാം. ഇത് ടൂറിസ്റ്റുകൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. പക്ഷെ ഇപ്പം മഴ ആയതുകൊണ്ട് അതിൻ്റെ എല്ലാം പോയിട്ടാണുള്ളത്. അപ്പം നമ്മൾ കാറിൽ വരുന്ന അത്രം വരെ വന്ന് ആടെ നല്ല പുഴയും നല്ല പ്രകൃതി ഭംഗിയും ഒക്കെ ഉണ്ട്. ഇതാ മനോഹരമാണ് സ്ഥലങ്ങൾ. നല്ല മഴയ്ക്ക് ഇവിടുന്ന് കൂണെല്ലാം കിട്ടൂല നിങ്ങൾക്ക്? കൂണ് ഈ പ്രാവശ്യം. അപ്പോൾ ഗൈസ് നമ്മൾ മൃഗങ്ങളെയൊന്നും കാര്യമായിട്ട് കണ്ടൊന്നുമില്ല. ആകെ ഒരു ചെറിയ ജീവി മലയണ്ണാനെയും ഒരു പാമ്പിനെയാണ് കണ്ടത്. അത് നമ്മളെ ഭാഗ്യദോഷമാണ് ആയിരിക്കാം. പോട്ടെ. ഇതല്ലേടോ വീണേ സ്ഥലം? ഇടിയല്ല വീണ? ഓക്കെ ഓക്കെ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. ജീവിയെ പോലും കണ്ടില്ല എന്നുള്ള സങ്കടത്താൽ നമ്മൾ തിരിച്ചു. പക്ഷെ ഒരു സിംഹവാലം കുറഞ്ഞ കണ്ടു. പക്ഷെ എൻ്റെ വീഡിയോ എടുക്കാനായില്ല. ഒരു ജീവനെയും കണ്ടില്ല എന്ന വിഷമം കൊണ്ട്. പക്ഷെ എന്നാലും സാരമില്ല. ഒരു ആർലം ഫാമിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതന്നെ വലിയ ഭാഗ്യം. ഈ കാര്യം നമ്മളെ മുറ്റത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ അതിന് വരാൻ വേണ്ടി ഇതുവരെ മെനക്കെട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് സത്യം. അതിലെനിക്ക് കുറച്ച് പശ്ചാത്താപവും വിഷമവും എല്ലാം ഉണ്ട്. നമ്മളെ നാട് നമ്മൾ കാണാണ്ട് നമ്മൾ അങ്ങ് ദൂരെയെല്ലാം പോയിട്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് വന്നല്ലോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ. ഓക്കെ.